വീടിന് മുകളിൽ നമ്മൾ സീലിങ്ങിൽ, അതായത് നമ്മൾ വീട്ടിൻ്റെ ടോപ്പിൽ ചെയ്യേണ്ട വാട്ടർ കോട്ടിങ്ങിൻ്റെ, അതായത് ഡാം പ്രൂഫ് പോലത്തുള്ള ഇതിൽ യൂസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്തേക്കുന്നത്. ഡോക്ടർ ഫിക്സിൻ്റെയാണ്, ക്ലാസിക്കാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 20 ലിറ്ററിന് 5200 രൂപയോളം വില വരും. അതുപോലെ ഞാൻ ഏകദേശം 60 ലിറ്റർ മേടിക്കേണ്ടി വന്നു. ഞാൻ 1200 സ്ക്വയർ ഫീറ്റോളം ചെയ്തായിരുന്നു. ഫസ്റ്റ് നമ്മൾ നല്ലതുപോലെ ടോപ്പെല്ലാം ക്ലീൻ ചെയ്യണം. നല്ലതുപോലെ വാട്ടർ പ്രഷർ പമ്പ് വെച്ചിട്ട് എല്ലാം ക്ലീൻ ചെയ്യണം. ഇതിന് ക്രാക്ക് വല്ലതും ഉണ്ടെങ്കിൽ ക്രാക്ക് സീൽ വാങ്ങി യൂസ് ചെയ്യണം. അതിനുശേഷം 3 കോട്ടിങ് പെർഫെക്റ്റായിട്ട് ചെയ്യണം. ഫസ്റ്റ് കോട്ടിങ് ചെയ്യുന്നത് നമ്മൾ കുറച്ചുകൂടെ ഡൈല്യൂട്ട് ചെയ്യണം. അതായത് 20 ലിറ്ററാണ് ഡൈല്യൂട്ട് ചെയ്യാൻ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 ലിറ്റർ വെള്ളം, 10% വെള്ളം യൂസ് ചെയ്ത് നമ്മൾ ചെയ്യണം. കൈവരിയിലെ ഫ്രണ്ടിലും ടോപ്പിലും കൂടെ അടിക്കണം. കാരണം വെച്ചാൽ അവിടെ നിന്ന് ചിലപ്പോൾ വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇതാണ് ക്രാക്ക് സീൽ വാങ്ങിയത്. ക്രാക്ക് സീലിൻ്റെ ഫോട്ടോയാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഏത് ക്രാക്ക് സീൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എല്ലാം കെമിക്കൽ ഏകദേശം എല്ലാം ഒരുപോലെയാണ്. ഫസ്റ്റ് കോട്ടിങ് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഞാൻ എല്ലാ സ്ഥലവും നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് വലിയ ചിലവും കാര്യങ്ങളും ഇല്ലാതെ തന്നെ ചെയ്യാം. ഞാനും എൻ്റെ ഒരു സുഹൃത്തും അളിയനും കൂടെ ചേർന്നാണ് ചെയ്തിരുന്നത് ഈ വീഡിയോ. ഈ ക്രാക്ക് സീലും കാര്യങ്ങളെല്ലാം വെച്ച് ഫില്ലപ്പ് ചെയ്ത ശേഷം നിങ്ങൾ ഫസ്റ്റ് നല്ലതുപോലെ ക്ലീൻ ചെയ്യാം. അതിനേക്കാൾ മെയിനായിട്ട് പറയേണ്ടത് പായൽ ഒരുപാട് ഇരിക്കാൻ പാടില്ല. പായൽ നല്ലതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യണം. ഒരു വാട്ടർ പ്രഷർ ബ്ലോവർ വെച്ച് തന്നെ നമ്മൾ അടിച്ചത് കളയണം. ബ്ലോവർ വാടകയ്ക്ക് കിട്ടും. ഒരു 100-150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പം ബ്ലോവർ വെച്ചിട്ട് നല്ല ക്ലീൻ ചെയ്ത് നമ്മൾ ആ പൊടിയും കാര്യങ്ങളും ശകലം പോലും മണ്ണും പൊടി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്യൂച്ചറിൽ അത് ഇളകി പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പം ബ്ലോവർ വെച്ച് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഫസ്റ്റ് കോട്ടിങ് ചെയ്തതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഫസ്റ്റ് കോട്ടിങ് ഹൊറിസോണ്ടൽ ചെയ്തു. സെക്കൻഡ് കോട്ടിങ് വെർട്ടിക്കലായിട്ട് ചെയ്യണം. അപ്പോഴത്തേക്ക് അതിന് ഇത് വരുള്ളൂ. തേർഡ് കോട്ടിങ് വീണ്ടും ഹൊറിസോണ്ടലായിട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കോട്ടിങ് ചെയ്യുമ്പോൾ ഷെയ്ഡും കാര്യങ്ങളും എല്ലാം തന്നെ അതുപോലെ അതിൻ്റെ കൂടെ തന്നെ അടിച്ച് പോകണം. നമുക്ക് ഒരു ഇൻട്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്യാം. വെറുതെ പൈസ വേസ്റ്റ് ചെയ്യാതെ തന്നെ ഈ സാധനം വാങ്ങുന്നതിൻ്റെ പൈസയാവുള്ളൂ. അപ്പം എല്ലാം പോലെ നല്ലതുപോലെ ഞാൻ വീട്ടിൻ്റെ ടോപ്പിൽ സെക്കൻഡ് ഫ്ലോറിൻ്റെ സിറ്റ് ഔട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഞാൻ ഡയറക്റ്റ് വെള്ളം വീഴുന്ന സ്ഥലമെല്ലാം ചെയ്തു. ഞാനിത് സെക്കൻഡ് കോട്ടിങ് തേർഡ് കോട്ടിങ് ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാം നല്ലതുപോലെ ഫിനിഷിങ് ആയിട്ടുണ്ട്. റബ്ബറൈസർ ടൈപ്പ് തന്നെയുണ്ട്. വെള്ളമെല്ലാം വെളിയിൽ പോകുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എൻ്റെ നമ്പരും ഞാനത് ഇട്ടേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. ഇങ്ങനെ